ഗാസയിലെ ഖാൻ യൂനിസിന് സമീപമുള്ള 4 കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ ബങ്കറാണ് ഇസ്രായേലി സേന കനത്ത വ്യോമാക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഗാസയിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം നടക്കുകയായിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ആക്രമണത്തിലാണ് 4 കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ ബങ്കറുകൾ പൂർണ്ണമായും നാമാവശേഷമായത്. ഗാസയിൽ ഇപ്പോഴും ഹമാസിൻ്റെതായി അവശേഷിക്കുന്നത് ഭൂഗർഭ ബങ്കറുകളാണ്. ഒരു കാലത്ത് ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് ഹമാസ് അഹങ്കരിച്ചിരുന്ന ഭൂഗർഭ ബങ്കറുകൾ, ഗാസ മെട്രോ എന്ന വിളിപ്പേരുണ്ടായിരുന്ന യഹിയ സിൻവാർ പടുത്തുയർത്തിയ ഭൂഗർഭ ബങ്കറുകൾ, ഹമാസിന് വേണ്ടി ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ നൽകിയ ഫണ്ടുകളിൽ ബഹുഭൂരിപക്ഷവും ചെലവഴിച്ചത് ഈ ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നു. ഗാസ എന്ന ചെറിയ ഭൂപ്രദേശത്തിൽ പോലും 400 കിലോമീറ്ററിലധികം നീളമുള്ള ഭൂഗർഭ ബങ്കറുകൾ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ഭൂഗർഭ ബങ്കറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഹമാസ് എന്ന ഭീകര സംഘടന പ്രവർത്തിച്ചിരുന്നത്. ഈ ഭൂഗർഭ ബങ്കറുകൾ നിസ്സാരമായിരുന്നില്ല. ഈ ബങ്കറുകൾക്കുള്ളിലൂടെ വാഹനങ്ങൾ പോലും യഥേഷ്ടം ഓടിച്ചു പോകാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ബങ്കറുകൾ പലതും കിലോമീറ്ററുകൾ നീളമുള്ളതായിരുന്നു. ഈ ബങ്കറുകൾക്ക് ഉള്ളിൽ നിരവധി റൂമുകളടക്കമുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. മാസങ്ങളോളം ഹമാസിൻ്റെ ഭീകര നേതാക്കന്മാർക്ക് കഴിഞ്ഞുകൂടാനുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ളതായിരുന്നു ഈ ഭൂഗർഭ ബങ്കറുകൾ. ആ ബങ്കറുകളിലായിരുന്നു പ്രധാനമായും യഹിയ സിൻവാർ അടക്കമുള്ള ഹമാസിൻ്റെ നേതാക്കന്മാർ കഴിഞ്ഞിരുന്നത്. എന്നാൽ 2023 ഒക്ടോബർ മാസം 7 ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ആദ്യമായി തകർക്കാൻ ആരംഭിച്ചത് ഈ ഭൂഗർഭ ബങ്കറുകളെയാണ്. ആ ബങ്കറുകളിലിട്ടാണ് നിരവധി ഹമാസ് ഭീകരന്മാരെ ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കിയത്. ഒടുവിൽ യഹിയ സിൻവാർ അടക്കമുള്ള നേതാക്കന്മാർ ഭൂഗർഭ ബങ്കറിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഇസ്രായേലി സേന വധിക്കുകയായിരുന്നു. ഇസ്രായേലിൻ്റെ കോമ്പാക്ട് എഞ്ചിനീയർമാർക്കായിരുന്നു പ്രധാനമായും ഈ ഭൂഗർഭ ബങ്കറുകൾ തകർക്കാനുള്ള ഉത്തരവാദിത്തം. 10 കണക്കിന് സ്ഫോടക വസ്തുക്കൾ ഈ ബങ്കറിനുള്ളിലേക്ക്, പ്രത്യേകിച്ച് ബങ്കറിൻ്റെ കവാടം കണ്ടെത്തി ആ കവാടത്തിനുള്ളിലേക്ക് ഇടുകയും അതിനുശേഷം സ്ഫോടനം നടത്തുകയും ചെയ്യുകയായിരുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ രീതി. ഈ ബങ്കറുകൾ വളരെ ക്ലേശകരമായിരുന്നു ആക്രമിക്കാൻ. കാരണം ഈ ബങ്കറുകൾക്കുള്ളിൽ ഒരിക്കൽപ്പെട്ടാൽ പിന്നീട് പുറത്തു വരിക അസാധ്യമായിരുന്നു. അത്രത്തോളം നിഗൂഢത നിറഞ്ഞതായിരുന്നു ഈ ഭൂഗർഭ ബങ്കറുകൾ. അതുകൊണ്ട് തന്നെ ഹമാസിനെതിരെയുള്ള ആദ്യഘട്ട യുദ്ധത്തിൽ ഇസ്രായേലി സേന ഏറ്റവും കുഴക്കിയത് ഈ ഭൂഗർഭ ബങ്കറുകളായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഭൂഗർഭ ബങ്കറുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലി സേന മനസ്സിലാക്കുകയും ഇതിൻ്റെ ഭൂമിശാസ്ത്രം കൃത്യമായി പഠിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് രണ്ടാം ഘട്ട യുദ്ധം ഹമാസിനെതിരെ ഇസ്രായേൽ ആരംഭിച്ചത്. അത് കൃത്യമായി തന്നെ ഇസ്രായേൽ നടപ്പാക്കുകയും ചെയ്തു. നിലവിൽ കേവലം 5% താഴെ ഭൂഗർഭ ബങ്കറുകൾ മാത്രമേ ഗാസയിൽ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. ഓരോ ദിവസവും ഓരോ പുതിയ ഭൂഗർഭ ബങ്കറുകളെ തകർത്തു മുന്നേറുകയാണ് ഇസ്രായേലി സേന. ഇനി അവശേഷിക്കുന്ന ഭൂഗർഭ ബങ്കറുകൾ കൂടി തകർത്താൽ ഗാസയിൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അവസാന ഭീകരനെയും ഉന്മൂലനം ചെയ്തു എന്ന് ഇസ്രായേൽ സേനയ്ക്ക് ആശ്വസിക്കാം. ഗാസയിൽ ഹമാസിൻ്റെ അന്ത്യം ഉറപ്പായി എന്ന് ഇസ്രായേലി സേനയ്ക്ക് ഉറപ്പായി വിശ്വസിക്കാം. അതിനുവേണ്ടിയുള്ള വലിയ ജൈത്രയാത്രയിലാണ് ഇസ്രായേലി സേന. എന്തായാലും കഴിഞ്ഞ ദിവസം മാരകമായ ആക്രമണമാണ് ഗാസയിലുടനീളം ഇസ്രായേലി സേന നടത്തിയത്. നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ആക്രമണത്തിലാണ് 4 കിലോമീറ്റർ അധികം നീളമുള്ള ഖാൻ യൂനിസിന് സമീപമുള്ള ഭൂഗർഭ ബങ്കർ പൂർണ്ണമായും ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കിയത്. ഈ ബങ്കറിനുള്ളിൽ നിരവധി ഹമാസ് ഭീകരന്മാർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും ഇസ്രായേലി സേന പുറത്തുവിടുന്നുണ്ട്.